ഹലോ അമ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ചെറിയ മത്തി വെച്ചിട്ടുള്ളൊരു മത്തിക്കറിയാണ്. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണയും ഒഴിച്ചു കൊടുത്തിരുന്നു. പിന്നീട് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കണം. വലിയ മത്തി വെച്ച കറി വെക്കുന്നതിനേക്കാൾ നല്ലത് ചെറിയ മത്തിക്കറിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നീട് അതിലേക്ക് ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തത് വിട്ടുപോയതാണ് വീഡിയോ എടുക്കാൻ. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് അതേ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉലുവ, കുറച്ച് കടുക് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഒരു മീഡിയം സൈസ് വലിയ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും ഒരു പച്ചമണം മാറുന്നവരെ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. മീനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള അരപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. മീൻകറി ഇങ്ങനെ താളിപ്പ് കൊടുത്ത് അരച്ചെടുത്തിട്ട് കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പുളിവെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി വെട്ടിത്തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീൻ കഴുകി വൃത്തിയാക്കി വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ്. എല്ലാറ്റിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ്. ആരും സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണണം. കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. മീൻകറിയെല്ലാം നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മീൻ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.